ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെൽഫ് കെയർ ഡേ ആണ്. അതായത് വീക്ക്ലി വൺസ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയിട്ട്, അതായത് നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ, ബോഡി കെയർ ഇതെല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇടുന്നു വിചാരിച്ചു. സോ ഫസ്റ്റ് നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നമ്മൾ ഇതുപോലത്തെ റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും കൂടുതൽ ഇടുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹെയർ ഓയിലിംഗ് ആണ് ചെയ്യുന്നത്. ഹെയർ ഒന്ന് തുടങ്ങാൻ നമുക്ക്, ദെൻ പെഡിക്യൂർ, ഫേസ് കെയർ, അങ്ങനെ കറക്റ്റായിട്ട് പോകാം നമുക്ക്. അപ്പോൾ ഹെയർ ഓയിലിംഗ് ചെയ്ത് ഞാനൊരു 1.5 hour or 2 hours ഉള്ളിൽ ഞാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് ഹെയർ പാക്ക് ഇടുള്ളൂ. സോ നമുക്ക് ആ ടൈമിൽ വേറെയൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഹെയർ ഓയിലിംഗ് ചെയ്യാം. ആൻഡ് ഞാൻ ഈ എല്ലാ സ്റ്റെപ്സും ഒറ്റ ദിവസം ഒരുമിച്ച് ചെയ്യില്ല. ഞാൻ ഒരു ദിവസം ഇത് ഹെയർ കെയർ ആണെങ്കിൽ വേറെ ദിവസം സ്കിൻ കെയർ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ വീഡിയോയിലാണ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കുകയും നിങ്ങൾക്കും അതുപോലെ ഒറ്റ ദിവസം നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കരമായി പണിയുള്ള പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് വേറെ ഓരോരോ ദിവസമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് നമുക്ക് ഹെയർ ഓയിലിംഗ് ചെയ്യാം. ഓക്കെ, സോ അതിന് മുൻപ് ഞാൻ ഈ ഒരു കോമ്പ് വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒന്നിങ്ങനെ സ്ക്രാബ് ചെയ്യും. ബിക്കോസ് ഞാനത് മുമ്പത്തെ ഒരു വീഡിയോ, എൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളകി ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാം, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇതുപോലെ സെക്ഷനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രാബ് ചെയ്ത് വിടാം. അപ്പോൾ തന്നെ വെള്ള പൊടികൾ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പുറത്തോട്ടേക്ക് വരും. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ സ്കാൽപ്പ് മൊത്തം ചെയ്യാം കേട്ടോ. അതിന് നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ കാച്ചി എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതൊരു 2-2.5 വർഷം മുൻപ് കുറേ സാധനങ്ങൾ ഇട്ടിട്ട് കാച്ചിയതാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ വൈകാണ്ട് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കണമെന്നുള്ളൊരു ഷോർട്സ് വീഡിയോ ഞാനിടാം. ഓക്കെ, എന്തായാലും ഉണ്ടാക്കാനായിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇതൊരു 2-3 ആഴ്ചയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കഴിയാനായി. അപ്പോൾ ഞാൻ വൈകാണ്ട് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെക്ഷനായിട്ട് ഞാൻ ഇങ്ങനെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻറ്റ് അതുപോലെ അപ്ലൈ ചെയ്യാം. കൂടുതൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ സെക്ഷനായിട്ട് എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ സ്കാൽപ്പിലും ലെങ്സിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യാം. ഞാൻ ഇതൊന്ന് വേഗം ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഫൈനലി നമ്മൾ ഓയിൽ ചെയ്ത് നല്ലപോലെ ഒരു ഓയിൽ മസാജൊക്കെ കൊടുത്തിട്ടുണ്ട്. കെട്ടി വെച്ചു കൂടി. നമ്മളിപ്പോഴും വീഡിയോയിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വരുന്നത് ഭയങ്കര റോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇനി നമുക്ക് അടുത്തത് ഹെയറിൽ ഓയിലൊന്ന് സെറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് പോയിട്ട് പെഡിക്യൂർ ചെയ്യും. ഓക്കെ, ഹോംലി പെഡിക്യൂറാണ്. ഞാൻ വേറെ ഇൻസ്ട്രുമെൻറ്റ്സോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല എനിക്ക്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണ കുറച്ച് ഹോം റെമഡി പോലെ ചെയ്യണ കുറച്ച് പെഡിക്യൂർ നമുക്ക് സിമ്പിളായിട്ടൊരു പെഡിക്യൂർ പോയി ചെയ്തിട്ട് വരാം. ആൻഡ് നിങ്ങൾ ഹെയർ ഓയിൽ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബിക്കോസ് ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യാൻ നോക്കുക. ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആവുന്ന ഒരു റെമഡിയാണ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് പെഡിക്യൂർ ചെയ്യുമ്പോൾ കാലിലിടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രബ് ഉണ്ടാക്കാം. സോ അതിന് വേണ്ടി കുറച്ച് അരിപ്പൊടി ആൻഡ് ഒരു പാക്കറ്റ് കോഫി പൗഡർ, ചെറിയൊരു പാക്കറ്റ് കോഫി പൗഡറാണ്. ആൻഡ് ഇതിനോട് ഞാൻ ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാലിലിടാനായതുകൊണ്ടാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നത്. ഫേസിൽ ഞാനത് അപ്ലൈ ചെയ്യാറില്ല. ആൻഡ് ഇത് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ആൻഡ് ഇത് കഴിഞ്ഞ് നമുക്ക് കാലൊന്ന് കുതിർത്താൻ വെക്കണം. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വാം വാട്ടർ എടുക്കേണ്ടത്. അതിലേക്ക് കുറച്ച് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കല്ലുപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. പിന്നെ ഒരു ഷാമ്പൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡി വാഷോ ഒന്ന് പതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത ശേഷം നല്ലോണം ഒന്ന് പതപ്പിച്ചിട്ട് നമ്മുടെ കാലൊരു 15 to 20 minutes അതിൽ കുതിർത്താൻ വേണ്ടി വെക്കാം. ഇത് കഴിഞ്ഞ് നമ്മുടെ കൈയും കൊണ്ട് തന്നെ കാലൊന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ഡെഡ് സ്കിൻസ് ഇങ്ങനെ ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഫൂട്ട് വേണമെങ്കിൽ നിങ്ങളുടെ അലക്കണ കല്ലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്യൂമിക് സ്റ്റോൺ അല്ലെങ്കിൽ പെഡിക്യൂർ കിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഫൂട്ടും ഒന്ന് സ്ക്രബ് ചെയ്യാവുന്നതാണ്. ഞാൻ അത് ചെയ്തില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു സ്ക്രബ് പാക്ക് എടുത്തിട്ട് നമ്മുടെ കാല് ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 minutes വെക്കാം. 20 minutes വെച്ച ശേഷം നമ്മൾ സ്ക്യൂസ് ചെയ്ത് ലെമൺ ഉണ്ടല്ലോ, ആ പേസ്റ്റ് കൊണ്ടാണ് നമ്മൾ നല്ലോണം ഒന്ന് കാലിൽ ഒന്ന് ഉരച്ചിട്ട് സ്ക്രബ് ചെയ്ത ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയാം. ആൻഡ് ഇപ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് വീക്ക്ലി വൺസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലപോലെ ഡിഫറൻസും ചേഞ്ചൊക്കെ ഉണ്ടാവും. നല്ലപോലെ ടാനൊക്കെ ഇത് റിമൂവ് ആക്കാനുള്ള ബെസ്റ്റ് പാക്കാണ് ആൻഡ് ബെസ്റ്റ് റെമഡിയാണ്. അപ്പോൾ നമ്മുടെ പെഡിക്യൂർ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. കാരണം കുറച്ച് നേരമായി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം.
ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയുമാണ് എടുത്തിരിക്കുന്നത്. ചെമ്പരത്തി ഇല എടുക്കുന്ന ടൈമിൽ തളിരില എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് വേപ്പിലയും പിന്നെ തലേദിവസം കുതിർത്ത് വെച്ച ഉലുവയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഉലുവൻ്റെ വെള്ളം ഓൾസോ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് അലോവേര ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത ശേഷം കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടാണ് പിന്നെ ഗ്രൈൻഡ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. സോ ഗൈസ്, നമ്മുടെ റൂം ചെറുതായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് റെഡിയായി. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. സോ ഇത് ഞാൻ മിക്ക വീക്സിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. നിങ്ങൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് സെക്ഷനായിട്ട് എടുത്തിട്ട് നല്ലപോലെ സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിലും ഒക്കെ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത് നല്ലപോലെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മിക്കവാറും എല്ലാ വീക്കിലും ഈ ഒരു ഹെയർ പാക്ക് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കൺസേൺസ് ഉണ്ടെങ്കിൽ മാത്രം അതിനനുസരിച്ചുള്ള ഹെയർ പാക്ക് മാറ്റും. എന്നാലും മോസ്റ്റ്ലി ഈ ഒരു ഹെയർ പാക്ക് ആയിരിക്കും. വേപ്പില, ഉലുവ, ഇതിലെല്ലാ ഐറ്റംസും ഏകദേശം നമ്മുടെ ഡാൻഡ്രഫിനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനൊക്കെ അടിപൊളി സാധനങ്ങളാണ്. നിങ്ങൾക്കിത് എല്ലാ വീക്ക്ലി വൺസ് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിത് വേഗം ഷടപടയെന്ന് അപ്ലൈ ചെയ്തിട്ട് ഓടി വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരണമെന്നുണ്ട്, അതായത് ഈ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളും അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരണമെന്നുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഫോൺ എന്തോ പ്രശ്നമായി ഗൈസ്. നമ്മൾ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ബാക്കായി പോകുക. അപ്പോൾ അത്ര നേരം സംസാരിച്ചതൊക്കെ ഫുൾ കട്ടായി പോകുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലിപ്സായിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു 30 minutes or 30 to 40 minutes ഞാനത് വെക്കും. പക്ഷെ നമുക്ക് പെട്ടെന്ന് ജലദോഷമൊക്കെ വരുന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻറ്റ് ആ ഒരു ടൈമിനനുസരിച്ച് അങ്ങനെ വെച്ചാൽ മതിയാവും. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫേസ് സ്ക്രബാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാം. ഫേസ് സ്ക്രബ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ അരിപ്പൊടിയും കേടുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഫേസിൽ നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അരിപ്പൊടിയിൽ നല്ലപോലെ സ്ക്രബിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ കേട് നമ്മുടെ ടാനൊക്കെ റിമൂവ് ആക്കി ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇത് വെച്ചിട്ട് 20 minutes or 15 minutes വെച്ച ശേഷം നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ജനലായിട്ട് സ്ക്രബ് ചെയ്ത ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയാം. സോ നമ്മുടെ ഫേസ് സ്ക്രബ് ഞാൻ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കി. പിന്നെ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ബാക്കായി പോണത് കൊണ്ടാണ് ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും കാണിക്കാണ്ടിരുന്നത്. സോ ഇതിലുള്ളത് മുൾട്ടാണി മിട്ടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു പാക്കറ്റ് കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്, ടൊമാറ്റോൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് കേട്, പിന്നെ കുറച്ച് കസ്തൂരി മഞ്ഞളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ സ്യൂട്ടാണോ അതുപോലത്തെ ഐറ്റംസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിത് ഫേസിലും നെക്കിലും ഹാൻഡ്സിലൊക്കെ അപ്ലൈ ചെയ്യാം. മുൾട്ടാണി മിട്ടി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഡ്രൈ ആകും. ഒരു 10 minute വെക്കുമ്പോഴേക്കും തന്നെ നല്ലപോലെ ഡ്രൈ ആവും. ഞാനിത് തേച്ചിട്ട് നേരെ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, എനിക്ക് ഞാനതിൽ അരിപ്പൊടി ഇട്ടില്ല, ബിക്കോസ് വീണ്ടും ഒരു സ്ക്രബിങ് എഫക്റ്റ് വരുന്നുള്ളതുകൊണ്ടാണ് അരിപ്പൊടി ഇടാണ്ടിരുന്നത്. പിന്നെ കോഫി പൗഡർ ഇതിൽ അലിഞ്ഞു പോകും, അങ്ങനെ സ്ക്രബിങ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഞാൻ ബോഡി സ്ക്രബ് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒരു മിനിറ്റ്, ബോഡി സ്ക്രബിൽ ഞാൻ കടലമാവാണ് കൂടുതൽ യൂസ് ചെയ്യുക. പക്ഷേ കടലമാവ് കഴിഞ്ഞു, അതുപോലെ തന്നെ കോഫി പൗഡർ കഴിഞ്ഞു. ഞങ്ങൾത്തേക്ക് ബോഡി സ്ക്രബ് ഒന്ന് സ്കിപ്പ് ചെയ്യണം. ഞാൻ വേറൊരു ഷോർട്സ് ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാം, അങ്ങനെ ബോഡി സ്ക്രബ് ഞാൻ പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും. അതുപോലെ ഇപ്പോൾ ഹെയറിലാണെങ്കിലും അതുപോലെ തന്നെ ഫേസിലാണെങ്കിലും ഞാൻ ഉപയോഗിച്ച അതേ സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ എന്താണോ ചെയ്യണത് അത് വേണം ചെയ്യാൻ. എന്താണോ കൺസേൺസ് ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫേസ് പാക്ക് ആയാലും ഹെയർ പാക്ക് ആയാലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു പാക്ക് എന്ന് പറയുകയാണെങ്കിൽ മുൾട്ടാണി മിട്ടി നമ്മുടെ ടാൻ അടിപൊളിയായിട്ട് റിമൂവ് ആക്കും. അതുപോലെ തന്നെ കോഫി പൗഡറും ടാൻ റിമൂവ് ആക്കും. അതുപോലെ ടൊമാറ്റോ പഴപ്പഴയിലെ കേടാണെങ്കിലും എല്ലാം ഒന്ന് സ്കിന്ന് ബ്രൈറ്റ് ആവാനും ടാൻ അടിപൊളിയായിട്ട് റിമൂവ് ആക്കാനും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഫൈനലി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റായി ഗൈസ്. മൊത്തം നമ്മൾ ഹെയർ പാക്കും ഫേസ് പാക്കും അതിൻ്റെ ഒപ്പം വീഡിയോയും എടുക്കണം. അപ്പോൾ മൊത്തത്തിലൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരു മെസ്സഡ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു എനിക്ക്. നമ്മളതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഷീറ്റ് മാസ്ക് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ തണുത്തിട്ട് കുറച്ചുകൂടി ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു സുഖം ഉണ്ടാവില്ല, ഫോർ മോർ ഹൈഡ്രേഷൻ. അപ്പോൾ ഞാൻ പോയിട്ട് ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് വരാം. നല്ല ഹൈഡ്രേഷൻ ഉണ്ട് ഗൈസ്. നമ്മളിതിൻ്റെ ബാക്കിയുള്ളതും കൂടി ഊറ്റിയെടുത്തിട്ട് ഫേസിലും നെക്കിലും ഹാൻഡ്സിലൊക്കെ അപ്ലൈ ചെയ്യണം. നമ്മുടെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തതിനേക്കാളുണ്ട് അതിലിങ്ങനെ നമ്മൾ ഊറ്റിയെടുത്ത ടൈമിൽ. നോക്കിക്കേ, ഇത്ര നല്ലോണം ഉണ്ട്. ഭയങ്കര ഒരു പ്ലംബി എഫക്റ്റ്. ഓക്കെ,
സോ നമ്മുടെ വീഡിയോ ഇതാ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഫോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം സ്ഥലം മാറി ഇരിക്കേണ്ടി വന്നു. പിന്നെ കുറേ അധികം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ ഈ ഹെയർ പാക്കും അല്ലെങ്കിൽ വേറെ സ്കിൻ കെയർ ചെയ്തതെല്ലാം ഞാൻ മുമ്പ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി കുറച്ചും കൂടി നല്ല എക്സ്പ്ലനേഷനോടെ നിങ്ങൾക്ക് കിട്ടും, കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും. അതുപോലെ ലിപ് കെയർ, നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസിനുള്ള റെമഡി, ഇതൊക്കെ ഞാൻ മുമ്പ് ഷോർട്സിൽ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ചെയ്യാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ സമയം ഒരു 5 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നാണെങ്കിൽ കുറച്ചും കൂടി ടൈം ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല. പിന്നെ ഹെയർ ഊരി ഇപ്പോൾ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഹെയർ പാക്ക് ഇട്ടതിൻ്റെയും അതുപോലെ തന്നെ ഷാമ്പൂ കണ്ടീഷണർ വെച്ച് നമ്മൾ വാഷ് ഓഫ് ചെയ്തതിൻ്റെ ഒന്നും ഒരു എഫക്റ്റ് ഇന്ന് കാണില്ല. എൻ്റെ ഹെയർ പൊതുവേ കുറച്ച് ഫ്രിസി ആയിരുന്നു. അപ്പോൾ ഒരു ഡേ ആഫ്റ്റർ ടുമാറോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു സിൽക്കിനെസ്സും ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഒരു നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് എൻ്റെ ഹെയറിൽ അത് വിസിബിളായിട്ട് നമുക്ക് അറിയുള്ളൂ. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ മറക്കരുത്. അതുപോലെ നമ്മൾ പെഡിക്യൂറൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ബോഡി ലോഷനൊക്കെ എന്തായാലും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ പോയി അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ കൂടുതലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇട്ട വീഡിയോസൊക്കെ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.